ഹായ് ഹലോ മക്കളെ, അക്ഷയ് സാറാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാനാണ് സാർ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. മക്കളുടെ പഠനവുമായി മക്കൾ അതിഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന കാര്യം സാറിന് അറിയാം. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എൻവിറോൺമെൻറ്റിലാണ് എല്ലാവരും ജീവിക്കുന്നത്. എല്ലാവരും പഠിക്കുന്നു, എല്ലാവരും പല മത്സര പരീക്ഷകൾ എഴുതി ആ മത്സര പരീക്ഷകൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ ആ സമയത്ത്, അതായത് +1 +2 സമയത്ത് തുടങ്ങിയാൽ മതിയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പോരാ എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൈസ്കൂൾ ലെവലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ കൃത്യമായ രീതിയിൽ ഫൗണ്ടേഷൻ പഠിച്ച് സെറ്റാക്കിയാൽ ഇൻ ഫ്യൂച്ചർ വളരെ അനായാസം കോമ്പറ്റേറ്റീവ് എക്സാംസ് ലൈക്ക് നീറ്റ്, ജെഇ പോലുള്ള മത്സര പരീക്ഷകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിനൊരു ചെറിയൊരു ഉദാഹരണം ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ചോദ്യം ഒന്ന് നിങ്ങൾ നോക്കിക്കേ. ഇത് മുൻ വർഷങ്ങളിൽ നീറ്റിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ? തന്നിരിക്കുന്നതിൽ കണക്റ്റീവ് ടിഷ്യൂ ഏത് എന്നൊരു ചോദ്യം. അതിൽ ഓപ്ഷൻ തന്നിരിക്കുന്ന നോക്കിയോ: കാർട്ടിലേജ്, ന്യൂറോഗ്ലിയ, ബ്ലഡ്, അഡിപ്പോസ് ടിഷ്യൂ എന്നിങ്ങനെ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരൊറ്റ നോട്ടത്തിൽ ചോദ്യം കാണുമ്പോൾ മക്കൾക്ക് അത് 9ാം ക്ലാസ്സിലെ നമ്മുടെ ടിഷ്യൂസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉത്തരം ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനൊന്ന് നോക്കിക്കേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം ന്യൂറോഗ്ലിയ ആണ്. ബാക്കി കൊടുത്തിരിക്കുന്ന കാർട്ടിലേജ് ആയിക്കോട്ടെ, അഡിപ്പോസ് ടിഷ്യൂ ആയിക്കോട്ടെ, ബ്ലഡ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്, കണക്റ്റീവ് ടിഷ്യൂ തന്നെയാണ്. ഇപ്പോൾ കാർട്ടിലേജിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലയബിൾ ആയിട്ടുള്ള, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭാഗമാണ് ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ നോസിൻ്റെ ടിപ്പിൽ, പിന്നെ ഇയറിൽ, പിന്നയുടെ ഉള്ളിലൊക്കെ, പിന്നെ ജോയിൻസിലൊക്കെ നമുക്ക് ഈ കാർട്ടിലേജ് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കറിയാം അല്ലേ, സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് കാർട്ടിലേജ്. ഒരു ബ്ലഡിൻ്റെ കേസ് പറയുമ്പോൾ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഒരുപാട് മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് നമുക്കറിയാം. അപ്പോൾ ന്യൂറോഗ്ലിയ എന്തായാലും എന്തല്ല, കണക്റ്റീവ് ടിഷ്യൂ അല്ല. ന്യൂറോഗ്ലിയ എന്ന് പറഞ്ഞാൽ ന്യൂറോണിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. അതായത് ന്യൂറോണിന് ആവശ്യമായ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഭാഗമാണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ അഡിപ്പോസ് ടിഷ്യൂലേക്ക് വരുമ്പോൾ അത് എഗെയിൻ കണക്റ്റീവ് ടിഷ്യൂ ആണ്. നമ്മുടെ ഫാറ്റിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സെൽസ് കണ്ടെയ്ൻ ചെയ്യുന്ന ടിഷ്യൂ ആണ്. ഇപ്പോൾ സ്കിന്നിൻ്റെ അടിയിലും ഓർഗൻസിനൊക്കെ ഒരു ക്യുഷനിങ് എഫക്റ്റ് കൊടുക്കുക, നമ്മുടെ ബോഡിക്ക് ഇൻസുലേഷൻ കൊടുക്കുക എന്നുള്ള ഫംഗ്ഷനൊക്കെയാണ് ഈ അഡിപ്പോസ് ടിഷ്യൂവിനുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ കണ്ടപ്പോൾ തന്നെ വളരെ ഈസിയായി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് നമ്മുടെ 9ാം ക്ലാസ്സിൽ നമ്മൾ ഇത് പഠിക്കുന്നുണ്ട്. ഇതുപോലെ അനേകമായ പല കാര്യങ്ങളും നമ്മുടെ ഈ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിച്ചു പോയാൽ ഇൻ ഫ്യൂച്ചർ തീർച്ചയായിട്ടും നമുക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും, അതും വളരെ എളുപ്പത്തിൽ. ഇതിന് സഹായകരമാവുന്ന സൈലം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ഫൗണ്ടേഷൻ ബാച്ചിനെ കുറിച്ച് സംസാരിക്കാനാണ് സാറ് വന്നത്. ഇത് ബാച്ചിൻ്റെ പേര് ഫാൽക്കൺ ബാച്ച് ആണ്. നിങ്ങൾ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഫൗണ്ടേഷൻ കൂടി സെറ്റ് ചെയ്യാൻ വളരെ കൃത്യമായി സ്ട്രക്ചേർഡ് ആയിട്ട് ഓരോ ചാപ്റ്ററും എന്താ പറയുക, പാറ്റേണിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്ലാസ്സുകളാണ് ഫാൽക്കൺ ക്ലാസ്സുകളിൽ വരുന്നത്. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, അതും നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നീറ്റ് എക്സാം അല്ലെങ്കിൽ ജെഇ എക്സാം എങ്ങനെ ആയിരിക്കുമോ അതേ രീതിയിൽ തന്നെയുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പ്രാക്ടീസിനും നമ്മൾ തരുന്നുണ്ടാവുക. ഈ ഒരു ചാൻസ് ആരും മിസ് ചെയ്യരുത്. ഇതിനോടകം തന്നെ നിരവധി കുട്ടികൾ ഫാൽക്കൺ ബാച്ചിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ബാച്ചിൽ എൻറോൾ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ഉടനെ തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. മികച്ച വിജയം എല്ലാവർക്കും നേടട്ടെ, എല്ലാവരും കരസ്ഥമാക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.